കുറേ നാളായി നമ്മൾ ആപ്പ് സീരീസ് ചെയ്തിട്ട് നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ബ്ലോഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 6 ആപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ കുറേ ആപ്ലിക്കേഷനിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ടെക് വീഡിയോസ് ഉറപ്പായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഡോണ്ട് വെറി, ഞാനിതെപ്പോഴും പറയുന്ന പോലെയല്ല, കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാഞ്ഞത്. ഒന്നാമത്തെ ആപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഫുഡ് ലുക്കപ്പ്. ഞാൻ റീസെൻ്റ്ലി കാനഡയിലേക്ക് മൂവ് ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്നതും ഇവിടെ കഴിക്കാൻ കിട്ടുന്നതുമായിട്ടുള്ള ഫുഡുകളിൽ ചില ഫുഡിൻ്റെ അകത്ത് ബീഫ് ഫാറ്റ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സീ ഫുഡിൻ്റെ പല ഇൻഗ്രീഡിയൻസ് ആഡഡ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടും. എനിക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഷെൽ ഫിഷും അതുപോലെ തന്നെ പീനട്ട് അലർജിയും ഉണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു ആപ്പാണ് ഫുഡ് ലുക്കപ്പ്. നിങ്ങൾക്ക് ഫുഡിൻ്റെ അകത്ത് നിന്ന് അലർജി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല നിങ്ങളിപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡിൻ്റെ അകത്ത് ഇപ്പോൾ ഹാം കഴിക്കാത്ത അല്ലെങ്കിൽ പോർക്ക് കഴിക്കാത്തവരാണെങ്കിൽ പോർക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കഴിക്കാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഈ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ലോകത്തുള്ള എല്ലാ ഫുഡ് ഡിഷസും അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫുഡ്, ഫോർ എക്സാമ്പിൾ കേസരി ആണ് നിങ്ങൾക്ക് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ കേസരിയെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്തിട്ട് അത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ന്യൂട്രീഷൻ വാല്യൂസ് എല്ലാം നമുക്ക് അവിടെ കാണിക്കും. ഒന്നാമത്, രണ്ടാമത് വൈറ്റമിൻസ് മൊത്തം കാണിക്കും, മൂന്നാമത് മിനറൽസ് മൊത്തം കാണിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്ക് അലർജൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് മെയിൻ. അവിടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനം അലർജി ഉണ്ടാക്കുന്നതായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്ലൂട്ടൻസ് ഉണ്ട്. ഗ്ലൂട്ടൻസ് ചില ആളുകൾക്ക് അലർജിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടൊക്കെ കഴിക്കുക. ഈറ്റ് റെസ്പോൺസിബിളി. രണ്ടാമത്തെ നമ്മുടെ ആപ്പാണ് ഇൻട്രസ്റ്റിംഗ് വൺ, മനൂസ് എന്നോ ഒക്കെ പറയാം. ഈ ആപ്പ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു ചാറ്റ് GPT എടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ചാറ്റ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചാറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നോർമലി വെബ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴത്തെ പ്രൊഫഷണൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല, ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഹയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൻ്റെ AI എല്ലാ വെബ്സൈറ്റുകളും കയറി ഇറങ്ങിയതിന് ശേഷം അവിടെ ഹയറിംഗ് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് തരും. അടിപൊളി ആപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തത് ക്ലോസ് ക്യാമറ. ഈ സമയത്ത് ആർക്കൊക്കെ ഉപയോഗപ്രദമാവുമെന്ന് എനിക്കറിയില്ല. ക്ലോസ് ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണ്, അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യണം, തെളിവിന് വേണ്ടി ഷൂട്ട് ചെയ്യണം. പൊതുവേ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ വന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി ഫോൺ എടുത്ത് തറയിലടിച്ച് പൊട്ടിച്ച് കളയൊക്കെ ചെയ്യും. അതിന് പകരം വളരെ സേഫായിട്ട് നിങ്ങളുടെ ഫോൺ ഓഫായിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ റെക്കോർഡ് ആവും. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് നിങ്ങൾ അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡ് ആക്കാം. ഒരു ഹിഡൻ റെക്കോർഡർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ കടം കൊടുക്കുന്നവരും കടം വാങ്ങുന്നവരും ആണെങ്കിൽ, അതിപ്പോൾ പൈസ മാത്രമായിരിക്കണമെന്നില്ല, സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ബോറോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ആളുകൾക്ക് കടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും, ബോറോഡും ലെൻഡും. നിങ്ങൾ ബോറോഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ബോറോ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ എന്നാണ് അത് ബോറോ ചെയ്തതെന്ന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിന്നാണ് നിങ്ങളത് മേടിച്ചതെന്നുള്ളതും കൊടുക്കാൻ പറ്റും. അവിടെ ഓൾറെഡി കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, മണി, ബുക്ക്, ക്ലോത്ത്സ്, ഡിവൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ആഡ് ബട്ടൺ അമർത്തുക, ഡൺ. അതാപ്പോൾ നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവും ആർക്കൊക്കെ കൊടുത്തരേ ആർക്കൊക്കെ കൊടുത്തില്ല എന്നുള്ളത്. നേരത്തെ ഞാൻ ഫോൺ ലോക്ക് ചെയ്ത സമയത്ത് നിങ്ങളിതാ ഈ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടോ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുണമില്ല. നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങളുടെ ഫോണിൽ വെക്കാൻ പറ്റും. മേളിലായിട്ട് നമുക്ക് ടൈമർ വരുന്നുണ്ട്, നമ്മുടെ ക്ലോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും. നമ്മൾ ചാർജിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വോൾട്ടേജാണ് കയറുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫോണിൻ്റെ ടെമ്പറേച്ചറും അറിയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ഡേറ്റ അറിയാൻ പറ്റും എന്നുള്ളതാണ് സാരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല, ഈ ഫോണുണ്ടല്ലോ നമ്മൾ വലുതാക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്ത ആപ്പാണ് സ്റ്റേ പുട്ട്.
ഇത് എത്ര പേർക്ക് ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്, നിങ്ങളൊരു 1-2 പേരുടെ കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് ക്യാമറ ഗിയേഴ്സ് ഉണ്ട്. എൻ്റെ ഗിംബൽ, എൻ്റെ മൈക്ക് ഇതൊക്കെ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലഗ് പോയിൻ്റ് ഓൾമോസ്റ്റ് ഫില്ലായിരിക്കും. അപ്പോൾ ഞാൻ ഹോളിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഫോണ് ചാർജിന് കണക്ട് ചെയ്തിടും. കണക്ട് ചെയ്തിടുന്നത് മാത്രമേ കാണുള്ളൂ. കുറേ നേരം കഴിഞ്ഞിട്ട്, അത് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ ആരെങ്കിലും ഊരിയിട്ടിരിക്കും. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ എടുത്ത് അതിനകത്ത് കുത്തി വെച്ചിരിക്കും. അത് ഒഴിവാക്കാനുള്ളതാണ് ഈ സ്റ്റേ പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ചാർജറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അവിടെ സ്റ്റേ പുട്ടിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് വയ്ക്കുക. ഇതിന് ശേഷം ഫോൺ കാണിച്ച് വയ്ക്കുക. എന്നിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫോണ് കണ്ടോ വീണ്ടും തിരിച്ച് കുത്തപ്പം മാത്രമേ നിൽക്കുള്ളൂ. വീണ്ടും ഊരിയെന്ന് വെച്ചോ. സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കിടിലം ആപ്ലിക്കേഷൻസ്. ആൻഡ്രോയിഡ് ആപ്പാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു തുടക്കമായിട്ട് കരുതിയാൽ മതി. ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ആൻഡ് അമൽ ഗോപാൽ ഗോമൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വ്ളോഗിങ് ചാനലുണ്ട്. ഇഫ് യു ലവ് ടു സീ മൈ ഡെയിലി ലൈഫ് ആൻഡ് ഓൾ, പ്ലീസ് സബ്സ്ക്രൈബ് ടു ദാറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.